തീർക്കും. ഇതാണ് പോക്കുവയിൽ പുന്നുരുകി പുഴയിൽ വീണു വീഴുന്നില്ലേ, അത് ഇതാണ് ഈ സാധനം. ഒരു മനോഹരമായാണ് ഈ ദൃശ്യം. ഈ പുന്നമട കായലിൽ സൂര്യകിരണങ്ങൾ പതിക്കുമ്പോഴുണ്ടാകുന്ന ലാവണ്യം നിറഞ്ഞ ഈ പൊന്നുപോലെ ഉരുകി വീഴുന്ന ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുക. കായലോളങ്ങൾക്ക് വല്ലാത്തൊരു മാസ്മരികത നൽകുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇതേ കായലോളങ്ങൾക്ക് നടുവിലൂടെയാണ് ചുണ്ടൻ വള്ളങ്ങൾ അല്പസമയത്തിന് മുമ്പ് പാഞ്ഞുപോയതും ഇനി ഫൈനൽ മത്സരത്തിൽ കരുത്തോടെ മിസൈൽ വേഗത്തിൽ കുതിക്കാൻ തയ്യാറെടുക്കുന്നതും. ഒരുപക്ഷെ പുന്നമട നടുങ്ങിപ്പോകുന്ന വേഗത്തിൽ ഒരുപക്ഷെ മഴയും കാറ്റും മഴയൊക്കെ മാറി നിൽക്കുകയാണ്. തെളിഞ്ഞ ആകാശത്തിന് കീഴെ പരന്നു കിടക്കുന്ന ഈ പുന്നമട കായലിൻ്റെ വിരിവാറിലൂടെ ഇനി നമ്മുടെ ഏറ്റവും വലിയ വാശിയേറിയ പോരാട്ടം നടക്കാൻ പോകുന്നു. ഇനി അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ. വിജയകുമാർ, ഈ ഇടവേളയിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ചുരുളൻ ഫൈനലാണ് നടന്നത്. അതിൽ വേലങ്ങാടൻ വിജയിയായി എന്ന വിവരമാണുള്ളത്. അപ്പോൾ ചുരുളൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിൽ വേലങ്ങാടനാണ് വിജയിയായത്. സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 അത് ജേതാവായിട്ടുണ്ട്. അത് ഇരുട്ടുകുത്തി ബി ഗ്രേഡ് ഫൈനലാണ്. ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനലിൽ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ജേതാവായി. ചുരുളൻ വള്ളങ്ങളുടെ ഫൈനലിൽ വേലങ്ങാടൻ ജേതാവായി. അപ്പോൾ ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ ഫൈനൽ മത്സരങ്ങൾ ഇതിനിടയിൽ നടക്കുന്നുണ്ട്. ഇനി ലൂസേഴ്സ് ഫൈനൽ നടക്കാനുണ്ട്. സെക്കൻഡ് സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ കഴിഞ്ഞാണ് 1.5, 2, 2.5, 3 ഫൈനൽ ഉണ്ടാവാൻ പോകുന്നത്. ലൂസേഴ്സ് ഫൈനലിന്റെ ലിസ്റ്റ് വരാൻ പോകുന്നുണ്ട്. അതിനു മുമ്പ് എന്താ ഫൈനലൊക്കെ തുടങ്ങിയുള്ള ഈ വീട് കിടക്കുന്ന പോക്കുവലിന്റെ പൊന്നൊക്കെ കളികൊണ്ടിരുന്ന ദിലീപ് കുമാറിന്റെ ഒരു സാഹിത്യം വന്നിട്ടുണ്ട്. ദിലീപ് കുമാർ പറയുന്നത്, ഓളങ്ങൾ മേളം പെരുപ്പിക്കുന്ന പുന്നമടക്കായലിൽ താളപ്പെരുമഴ കൊട്ടിക്കയറുന്നു. ഇന്ന് 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി. ജലപ്പരപ്പിൽ എറിയുന്ന ഓരോ തുഴയിലും ആവേശത്തിന് എണ്ണമറ്റ താമര പൂക്കൾ വിതറുന്നു. BJP ആകാശം കുടമാറ്റുന്ന ആവണി മാസത്തിൽ ചുണ്ടൻ വള്ളങ്ങൾ തലയെടുപ്പുള്ള കരവീരന്മാരാകുന്നത് കാണാൻ 10,000 ഇരു കരകളിലും. ദിലീപ് കുമാർ, ഓണാഘോഷമുണ്ട്. അവിടെ കവിതാ മത്സരത്തിന് ചേരാനുള്ള പരിപാടിയാണ്. മാത്രമല്ല നമ്മുടെ നിരീക്ഷകനാണ് ഈ കായലോളങ്ങളിൽ പ്രണയലേഖന മത്സരത്തിന് മാത്രമല്ല ഇവിടെ എപ്പോഴും സ്ക്രീനിൽ നിരീക്ഷിച്ച് കായലോളങ്ങൾ ഇളകുന്നത് കണ്ടപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ ചില ഇളക്കങ്ങൾ തട്ടി. വെരി റൊമാൻറ്റിക്. താങ്ക് യു. ഇങ്ങോട്ട് കൊണ്ടുവരൂ. കുറച്ച് നേരമായിട്ട് തീറ്റി മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് നമ്മൾ പറയുന്നുണ്ടായിരുന്നു.